ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ. അപ്പോൾ ഒഴിച്ചുകറി എന്ന് പറയുമ്പോൾ പിന്നെ മോരൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു പുളിശ്ശേരി അതാണ് വെക്കുന്നത്. പിന്നെ അതിനായി ഞാൻ എടുത്തത് 2 വലിയ മുരിങ്ങാക്കായി എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങാക്കായും പിന്നെ തക്കാളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇനി നമുക്കത് വെക്കാൻ ആവശ്യമായ ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയ ചട്ടിയാണ് എടുത്തിട്ടത്. ഇനി നമുക്ക് ഇത് കഷ്ണങ്ങളൊക്കെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കായൊക്കെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് കണക്കായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആ മുരിങ്ങാക്കായ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ എടുത്തത് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തത്. പിന്നെ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് പുളിശ്ശേരിക്ക് നല്ല കളർ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ എടുക്കുന്ന സമയത്ത് നല്ല വിളഞ്ഞ തേങ്ങ തന്നെ എടുക്കണം. അപ്പോൾ പാലാറി കഴിഞ്ഞ തേങ്ങയെന്ന് എടുത്തു കഴിഞ്ഞാൽ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് അങ്ങനെ എടുക്കുന്നത്. പിന്നെ തൈര് നമുക്ക് പുളിക്ക് ആവശ്യത്തിന് കണക്കായിട്ട് തൈര് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 1/2 ലിറ്റർ തൈരാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കൂല, പുളിക്കനുസരിച്ചിട്ട് ഞാൻ തൈര് കൂട്ടുന്നില്ലു. അപ്പോൾ 1/4 ടീസ്പൂൺ ജീരകം കൂടെ എടുക്കുന്നുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് തൈരൊക്കെ ചേർത്ത് ഇതൊക്കെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മുരിങ്ങാക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് തൈരും തേങ്ങയും കൂടെ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരും തേങ്ങയും കൂടെ അരച്ചത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾക്ക് അതിൻ്റെ പുളി നോക്കാം. പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ തൈര് മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ, നല്ല പുളിയുള്ളതുകൊണ്ട് പുളിയൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിന് തൈര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് എത്രയാണോ പുളി വേണ്ടത് അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് തിളച്ച് വരാൻ പാടില്ല, നന്നായി ഒന്ന് ചൂടായാൽ മതി. ഇങ്ങനെ അതിൻ്റെ ചട്ടിയുടെ മുഖത്ത് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം പതഞ്ഞ് പുറത്തേക്ക് പോവും. അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ പാടെ മാറിപ്പോവും. അപ്പോൾ ഇനി നമ്മൾക്കിത് നന്നായി ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബബിൾസ് വരുന്നുണ്ട് 4 ഭാഗത്തെ. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് തീ ഓഫാക്കി കഴിഞ്ഞാലും നമ്മൾ മുഴുവനായിട്ട് അടച്ചു കൊടുക്കാതെ നമ്മൾ ഇത്ര കണ്ടിട്ട് അടച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പിന്നെ 3 വറ്റൽമുളകും 1/4 ടീസ്പൂൺ ഉലുവ 1/4 ടീസ്പൂൺ കടുക്, ഇത് 3ഉം കൂടി നമുക്കൊന്ന് വറുത്തിടാം. അപ്പോൾ വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പില കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് കറിവേപ്പില കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള മുരിങ്ങാക്കായ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.